ദേണ്ടേ കണ്ടില്ലേ, ബോൾ കൊണ്ടുവരെ രോഗം മാറ്റുന്ന ഒരു ക്ലിനിക്കും ഡോക്ടറും, ഫിസ്റ്റുലയ്ക്കും പൈൽസിനും ഒക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം നൽകുന്ന ഒരു ഡോക്ടറും ഒരു ക്ലിനിക്കുമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. സ്റ്റോക്ക് ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല. നമ്മളെല്ലാവരും ഡോക്ടേഴ്സ് ആണ്. അതുപോലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. കൈകളും കാലുകളും തളർന്നുപോയ പലരെയും ഫിസിയോതെറാപ്പിയിലൂടെ പുനർജീവനം കൊടുക്കുന്ന ഒരു മോഡേൺ ഫിസിയോതെറാപ്പി ക്ലിനിക്കും കാർത്തികപ്പള്ളിയിലുണ്ട്. പറയാൻ മടിയായിട്ടുള്ള ഒരു അസുഖമാണ് പൈൽസ്, ഫിസ്റ്റുലൊക്കെ. ആ ഫിസ്റ്റുലയ്ക്കും പൈൽസിനും ഒക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം നൽകുന്ന ഒരു ഡോക്ടറും ഒരു ക്ലിനിക്കുമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിലാണ്. പൈൽസ്, ഫിസ്റ്റുല ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഡോക്ടറിനെ തേടി വരാറുണ്ട്. തീർച്ചയായും. നമ്മുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പൈൽസ്, ഇപ്പൊ സനി പറഞ്ഞ പോലെ പൈൽസും ഫിസ്റ്റുല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഇതാണ്. പറയാനോ ഒരു വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് അതിന്റെ റിസൾട്ട് പോലും പറയാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായും അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ കാലഘട്ടം മാറിയപ്പോഴത്തേക്ക് അത് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ആൾക്കാർക്ക് ഇപ്പം പറയുന്നതിലോ ഇത് ചെയ്യുന്നതിലോ ഇല്ല. പ്രശ്നമില്ല, അതൊരു അസുഖമാണെന്നുള്ള ബോധ്യം ആൾക്കാർക്കുണ്ട്. അത് പ്രശ്നമില്ല. നമുക്ക് മെയിൻ ആയിട്ട് പൈൽസ്, ഫിസ്റ്റുല ഉണ്ട്. പൈൽസ് ഉണ്ട്, ഫിസ്റ്റുല ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഹിജാമ ചെയ്യുന്നുണ്ട്. ഹിജാമ ചെയ്യുന്ന മെയിൻ ഒരു ക്ലിനിക്കാണിത്. മിക്കവാറും ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഹിജാമ ചെയ്യുന്നുണ്ട്. ഹിജാമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. തീർച്ചയായും. മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കേസുകൾ ഈ പൈൽസ്, ഫിസ്റ്റുല കേസുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വാദസംബന്ധമായ ഇപ്പം കൈവേദനയാണെങ്കിലും ഫ്രോസൺ ഷോൾഡർ പോലത്തെ കണ്ടീഷൻ, സെർവൈക്കൽ പെയിൻ, കഴുത്ത് വേദന, ലോ ബാക്ക് പെയിൻ, അങ്ങനെ പല ഡിസ്ക് ബൾജ്, അങ്ങനെ തുടങ്ങിയ അനേകം വാദസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നമുക്കിവിടെ ശാശ്വതമായ പരിഹാരം നമുക്കിവിടെ അവൈലബിൾ ആണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആയുർവേദം എന്ന കൺസെപ്റ്റ് 3 വാദം, പിത്തം, കഫം, 3 ദോഷങ്ങൾ സമാവസ്ഥയിൽ പോകുമ്പോഴാണ് നമ്മളൊരു മനുഷ്യൻ ആരോഗ്യപരമായി ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ ഒരു സമാവസ്ഥയിലാണ്. അപ്പോൾ ഈ സമാവസ്ഥയിൽ നിന്ന് മാറുന്ന ഒരു മാസം കൂടിയാണ് നമ്മുടെ ഈ വരുന്ന വർഷകാലം, അതായത് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതിന് നമുക്കൊരു ആയുർവേദത്തിലൂടെ ആയുർവേദം എന്ന് പറയുന്നത് ആയുസിന്റെ വേദമാണല്ലോ. തീർച്ചയായും. അപ്പൊ ആയുർവേദത്തിലൂടെ നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം പരിഹാരമുണ്ട്. നമ്മളൊരു കൃത്യമായ ഒരു മാസത്തെ ഇല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ഒരു 7, 11, 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു വർഷകാലം ഇല്ലെങ്കിൽ അടുത്ത ഒരു വർഷകാലത്തേക്കുള്ള നമ്മളൊരു എനർജി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയാണ്. ഡോക്ടർ റാഷിദ് തങ്ങൾ, കാസർഗോഡ് അല്ലേ? അതെ. സ്റ്റീം ബാത്ത് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ. നിങ്ങൾ എക്സസൈസ് ചെയ്യാനോ ഒക്കെ മടിയുള്ള ആളുകളാണോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, തടിയുള്ള ആളുകളൊക്കെയാണ്, മറ്റ് കൊളസ്ട്രോൾ അസ്വസ്ഥതയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ ഫാറ്റ്, കൊഴുപ്പ് കുറക്കാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ പെയിൻ മാനേജ്മെൻറ്റും, വേദനകൾ, ശരീരത്തിലുള്ള വേദനകൾ, ഇതൊക്കെ ഒരു ഉഴിച്ചിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീമിലിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റീം മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് എനിക്ക് പറയാം, ഒരു 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്റ്റീം ബാത്ത്. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് സ്റ്റീം ബാത്ത്. അതുപോലെ തന്നെ മറ്റ് ഉഴിച്ചിലാണെന്നുണ്ടെങ്കിലും പഞ്ചകർമ്മയിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. ഹിജാമ നമ്മൾ ഒരു ആരോഗ്യവാനായ മനുഷ്യനാണെങ്കിൽ നമ്മൾ ഇന്നിപ്പം ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 3 മാസത്തിന് ശേഷമാണ് നോർമലി ചെയ്യുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസത്തിന് ശേഷം വീണ്ടും ചെയ്യാവുന്നതാണ്. വർഷത്തിൽ നമുക്കൊരു 3-4 വട്ടം ഹിജാമ ചെയ്താൽ നമുക്ക് കൂടുതൽ റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. എത്ര ടൈമിനുള്ളിൽ നമുക്കൊരു ട്രീറ്റ്മെന്റ് എടുത്ത് വിടാൻ പറ്റും? നമുക്കൊരു മാക്സിമം ഒരു 20-25 മിനിറ്റ് മതിയാണ്. അത്ര മതി അല്ലേ? തീർച്ചയായും. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് പോകുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്രമീകരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഭാരമൊക്കെ ആയിട്ട് ഒരുപാട് പേര് മുന്നോട്ട് പോകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ല. അതെ. നമുക്ക് തൊട്ട് വരുന്ന പേഷ്യൻസിലും കൂടുതൽ അങ്ങനെയുള്ളവരാണ്. ഇപ്പം സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അവർ നീർക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ, അവർ വന്നൊരു മാസത്തിൽ ഒരു ഹിജാമ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം. വണ്ടി നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്, റോയിലൊക്കെ കൊടുത്ത് സർവീസ് ചെയ്യുന്ന പോലെ നമുക്കൊരു അഭ്യംഗോ അല്ലെങ്കിൽ സ്റ്റീം ബാത്തോ അതൊക്കെയും ചെയ്ത് അതോടൊപ്പം ഹിജാമയൊക്കെയും ചെയ്ത് റെഗുലറായി പോയി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ശരീരത്തിന് ഉന്മേഷമായിട്ട് ഒരു വർഷം നമുക്ക് മുമ്പോട്ട് പോകാം. ബോളുമായിട്ട് ഒരാൾ വരുന്നത്. എന്തോ ബോളുമായിട്ട് പരിപാടി? ഇത് ബോളല്ല, പിന്നെ ബോൾ അല്ലാതെ ഇത് ഫിസിയോ ബോളാണ്. ഫിസിയോ ബോളാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഫിസിയോതെറാപ്പി ആണ് അല്ലേ? അതെ. ബാലൻസിന് ഇഷ്യൂ ഉള്ള പേഷ്യൻസിനെ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഇന്നത്തേക്ക് 6-ാം ദിവസം. നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല മാറ്റമുണ്ട്. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത വിഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി കൊണ്ട് ധാരാളം അസുഖങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കറണ്ട് അടിപ്പിക്കുന്ന മിഷൻ വല്ലതാണോ? ഇത് അൾട്രാസൗണ്ട് തെറാപ്പി മെഷീനാണ്. അൾട്രാസൗണ്ട് തെറാപ്പി മെഷീനാണ്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? പെയിൻ, അതുപോലെ ഇൻഫ്ലമേഷൻ, നീര്, അങ്ങനെയുള്ള കണ്ടീഷൻ, പിന്നെ ഫ്രാക്ചർ, അതൊക്കെ ഹീൽ ആകാൻ വേണ്ടിയിട്ടും
ഇത് യൂസ് ചെയ്യാറുണ്ട്. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഞാനെന്ന് പറയാം. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി കമ്പോളത്തിന്റെ ഉള്ളിലാണ് ഡോക്ടർ ഫൈസൽ നവാസിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയുർഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കാണ്, പഞ്ചകർമ്മ ക്ലിനിക്കാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഹരിപ്പാട്, കാർത്തികപ്പള്ളി, ആലപ്പുഴ ജില്ലയിലുള്ള മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉപകാരമാകുന്ന ഒരു ക്ലിനിക്കാണ്. മെയിനായിട്ട് ഇവിടെ കപ്പിംഗ് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം.